ൊക്കെ വലിച്ചു കീറപ്പെടുന്നത്. അതിനെ എങ്ങനെയാണ് കണ്ടന്റ് സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഈ യൂട്യൂബും തമ്മിൽ എന്താ? സാറ്റലൈറ്റ് മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? പണം മേടിച്ച് വാർത്ത ചെയ്യുക, അതാണ് അവർ ചെയ്യുന്നത്. സത്യസന്ധമായ വാർത്ത എത്ര ചാനലുകളെ അറിയാം? അത് അവർക്ക് സെൻസർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. പക്ഷേ യൂട്യൂബിന് സെൻസർ ഇല്ല. സോ ഞങ്ങൾക്ക് എന്തും പറയാം. ഐ മീൻ ദ യൂട്യൂബേഴ്സ് നമുക്ക് എന്തും പറയാം. എന്തും പറയാന്ന് വെച്ചാൽ ഏത് വാർത്തകളും ചുഴിഞ്ഞു പോകാം. ഏത് വാർത്തകളും ചുഴിഞ്ഞു പോവാം. ഏത് ഇൻസിഡൻസ്, സംഭവങ്ങൾ, കണ്ടന്റ്സ്. There should be always, കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ, there should be always a quality in terms of your interview. What is the definition of quality? എന്താണ് quality? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുക. അവര് പറയുന്നത് ഷോയുടെ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് യൂട്യൂബ് എന്തെന്ന് അറിഞ്ഞൂടാ, ആദ്യം പഠിച്ചിട്ട് വരൂ. നിങ്ങൾക്ക് പറ്റിയ സബ്ജക്ട് അല്ല. ഐ എം എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇതിന് ആങ്കേഴ്സ് അല്ലല്ലോ പ്രോഗ്രാംസ് ഇരുന്ന് കാണുന്നത്. ഇതിനെ കുറിച്ച് പറയുന്നത് ശാരിക പറയുന്നത് പോലെ ഏത് രീതിയിൽ ഓപ്പോസിറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കണം എന്നല്ല അതിന്റെ രീതി. ശാരികയ്ക്ക് ശാരികയുടെ സ്റ്റൈൽ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ശാരികയുടെ സ്റ്റൈൽ ഓക്കെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ശാരികയുടെ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന കുറേ പേര്, അതായത് ഇതിപ്പോ എന്റെ സ്റ്റൈൽ ഓക്കെ അല്ലാത്തവരാരും ഈ പ്രോഗ്രാമിന് വന്നിട്ടില്ല. നല്ല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കണ്ടന്റ് സെൻസർ ചെയ്യണമെന്നുള്ള സബ്ജക്ട് ആണ്. അപ്പോൾ എങ്ങനെ ദോഷം കൊള്ളും? നല്ല യൂട്യൂബേഴ്സിന്റെ കണ്ടന്റ് സെൻസർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉദ്ദേശിക്കുന്നത് ഫാമിലി ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ കറിക്കരിക്കുന്നതും നല്ല ചപ്പാത്തി വെക്കുന്നു, ബിരിയാണി വെക്കുന്നു, ഹൈദരാബാദി ബിരിയാണി വെക്കുന്നു ഒക്കെയാണോ നല്ല കണ്ടന്റ് ഉദ്ദേശിക്കുന്നത്? ഹൈദരാബാദി ബിരിയാണി ആയിട്ട് ഒരാളുടെ മോശം പറയുന്ന യൂട്യൂബ് കണ്ടന്റ്സിനെ എങ്ങനെയാണ് മോശമായി? ഒരുപാട് നല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട് ആൾക്കാർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട്. അതിൽ സെൻസർഷിപ്പ് വേണമെന്ന് എന്ത് അർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത്? ചില ചാനലുകൾക്ക് അത് എന്താണ് സെൻസർ ചെയ്യേണ്ടത്? കേൾക്കട്ടെ. അതായത് ഒരാളെ ഇമോഷണലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. അതായത് നമ്മുടെ ചാനലിലേക്ക് ഷോ നിർത്തണമെന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? നിർത്തണമെന്നല്ല, ഒന്ന് സെൻസർ ചെയ്ത് മര്യാദക്കാക്കിയാൽ നന്നായിരിക്കും. സെൻസറിങ് എന്താണ് ഇവിടെ മര്യാദകേട് കാണിച്ചത്? അതായത് ആൾക്കാരെ വിളിച്ചിട്ട് അവരെ ഇമോഷണലി ട്രോമറ്റൈസ് ചെയ്ത് പേടിപ്പിച്ച് അൺകംഫർട്ടബിൾ ആക്കി. എവറി സിംഗിൾ ഈവൻ ഇപ്പൊ കമന്റ്സിലൊക്കെ നമുക്ക് കാണാമല്ലോ, പലരും സ്ക്രിപ്റ്റഡ് ആണ് അല്ല എന്നൊക്കെ പറയുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് സ്ക്രിപ്റ്റഡ്, ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ടു ബെയർ വിത്ത് യുവർ നിങ്ങളുടെ ഒച്ചയും നിങ്ങളുടെ ഇതും ഒക്കെ ബെയർ ചെയ്യാനായിട്ട് മാത്രം ഇന്റർവ്യൂവിന്റെ പർപ്പസ് എന്താ? ശാരിക ഇന്റർവ്യൂ എന്റർടൈൻ ചെയ്യുക. That's our purpose. That is the purpose. But ആ എന്റർടൈൻമെന്റ് ശാരിക ഇത്രയധികം എന്താ പറയാ രോഷാകുലയായി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, സ്വയം ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ ശാരികയുടെയും കൂടെ വെൽഫെയർ ആയിട്ടാ പറയുന്നത്. എന്ത് ബുദ്ധിമുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്? അത് ശാരികയ്ക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് മനസ്സിലാവുന്ന ശാരിക ഷൗട്ട് ചെയ്ത് ശാരിക ഒരു ടോപ്പിക് ഒരാൾ പറയണ എന്താന്ന് ശ്രദ്ധിക്കാതെ യു ആർ സെയിങ് സംതിങ് ടോട്ടലി അൺറിലേറ്റഡ്. ഞാനിവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരികയുടെ പ്രോഗ്രാം എടുക്കുന്നത്. എനിക്കിപ്പോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാ ഞാൻ പറയുന്നത്, ശാരികയുടെ ആങ്കറിംഗ് സ്റ്റൈല് ശാരിക കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളൊരു മിഥ്യാധാരണയാണത്. ഞാനല്ല കംഫർട്ടബിൾ ആകേണ്ടത്, എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റിനെ കംഫർട്ടബിൾ ആക്കിയതിനു ശേഷം മാത്രമാണ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്.